115. ഈ 115 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ വാങ്ങുമ്പോൾ 70-ൽ കൂടുതൽ രൂപ, 75ഓളം രൂപ ടാക്സായി കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും തന്നു. 115. ഈ 115 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ വാങ്ങുമ്പോൾ 70-ൽ കൂടുതൽ രൂപ, 75ഓളം രൂപ ടാക്സായി കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും തന്നു. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ, കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ 410 രൂപയായിരുന്നു വീട്ടാവശ്യത്തിനുള്ള ഒരു കുറ്റി കേന്ദ്ര ഗവൺമെന്റ് കുറിച്ചിരുന്നു. അതുപോലെ ഡീസലിന്റെയും പെട്രോളിന്റെയും മറ്റ് സാധനങ്ങൾ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളുടെയും വില വർദ്ധിക്കുകയാണ്. ജനജീവിതമാകെ ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് കേന്ദ്രത്തിലും കോൺഗ്രസ് അധികാരത്തിലില്ല, സംസ്ഥാനത്തും കോൺഗ്രസ് അധികാരത്തിലില്ല, UDF അധികാരം. ജനങ്ങളെ ഇത്രയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഇതിനു മുൻപ് ഒരിക്കലും കേരളത്തിലും കേന്ദ്രത്തിലും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ശക്തമായി പോരാടാൻ കോൺഗ്രസിന്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നേതാവ് ശ്രീ ശക്തൻ നാടാർ അവർകൾ, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വീരേന്ദ്രകുമാർ, കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് നെയ്യാറ്റിങ്കര, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റും AIUTUCയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ VK സദാനന്ദൻ, ഇരു യൂണിയനുകളുടെയും സംഘാടകരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ ഈ ധർണയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ശക്തൻ നാടാർ സാറ് വളരെ കാര്യഗൗരവമായി നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര BJP സർക്കാരിന്റെ അതേ തൊഴിൽ നയങ്ങൾ തന്നെയാണ് കേരളത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. നമ്മളെല്ലാവരും യോജിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ പ്ലാറ്റ്ഫോമിലും NCCOEയുടെ പ്ലാറ്റ്ഫോമിലും ഒക്കെ നിന്ന് സമരം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അതേ നയങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വസ്തുതകൾ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ അമിത ഭാരം കയറി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ജീവനക്കാരെ തൊഴിലാളികളാണോ അതിന് ഉത്തരവാദികൾ? മറിച്ച് ഇവിടെ കാലാകാലങ്ങളിൽ മാറി മാറി അധികാരത്തിൽ വരുന്ന അധികാരികളാണ് ഉത്തരവാദികൾ. ഈ സ്ഥാപനത്തിൽ സ്വകാര്യവൽക്കരണം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുകയാണ്. പ്രത്യേകിച്ചും ജനറേഷൻ മേഖലയിൽ 16,000 കോടിയുടെ സ്വകാര്യ മൂലധന നിക്ഷേപം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. കിഫ്ബി എന്ന് പറയുന്നത് IMF, വേൾഡ് ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ വളരെ സ്ഥാപനമാണത്. കടക്കടിയിലാക്കി സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു ഏർപ്പാട് തന്നെയാണ് ഈ കിഫ്ബി എന്ന് പറയുന്ന കലക്ക് കമ്പനി. ഞങ്ങളത് അങ്ങനെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ കലക്ക് കമ്പനിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാക്കി KSEB മാറ്റിയിട്ടുണ്ട്. ആരോട് ആലോചിച്ചിട്ടാണ്, എവിടെ ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ KSEBയെ ഈ കിഫ്ബിയുടെ സ്പെഷ്യൽ പർപ്പസ് ആക്കി മാറ്റിയിട്ടുള്ളത്? കിഫ്ബിക്ക് വരുന്ന സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദിത്വം KSEB ഏറ്റെടുക്കേണ്ടി വരും. KSEBയുടെ ആസ്തി മുഴുവൻ ഈ കിഫ്ബിക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അപ്പൊ കിഫ്ബി പൊട്ടിയാൽ സ്വാഭാവികമായിട്ട് അതിന്റെ അർത്ഥം KSEB പൊട്ടി എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്കറിയാം K-ഫോണും KSEBയുടെ നെഞ്ചത്തോടെയാണ് നടപ്പിലാക്കുന്നത്. നമ്മുടെ നേതാക്കളോട് സംസാരിക്കാനുണ്ട് രണ്ട് യൂണിയനുകളുടെ. അപ്പൊ അതുകൊണ്ട് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വളരെ ബോധപൂർവമായി കൃത്രിമമായ വിവാദങ്ങൾ
മാനേജ്മെന്റും ഇവിടുത്തെ ചില സംഘടനകളും ചേർന്ന് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായ വിവാദങ്ങൾ, യഥാർത്ഥ വിഷയങ്ങളിലേക്ക് തൊഴിലാളികൾ വരരുത്, ജീവനക്കാർ വരരുത്. അതല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് നമുക്കറിയാമല്ലോ, ഇവിടെ വലിയൊരു സമരം നടത്തിയല്ലോ. ആ സമരത്തിന്റെ ഒത്തുതീർപ്പ് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഒരു ചക്രവർത്തി പോരാട്ടം അടക്കമുള്ള ഒരു മറുഭാഗത്ത് ഇവിടെ സംയുക്ത സമര സമിതി ഉണ്ടാക്കിക്കൊണ്ട് ഇതേ സ്ഥലത്ത് വലിയ പ്രക്ഷോഭം നടത്തുന്നത് കണ്ടു. അവസാനം എന്ത് ഒത്തുതീർപ്പാണ് ഇവരുണ്ടാക്കിയത്? വൈദ്യുതി ബോർഡിലെ പോലീസ് രാജ് അവസാനിച്ചു. നമ്മളിവിടെ കയറുമ്പോൾ ഇപ്പോഴും പോലീസുകാർ ഇതിന്റെ അകത്ത് തന്നെയുണ്ട്. പ്രമോഷൻ അടക്കമുള്ളതൊക്കെ ഈ CA ഇലക്ഷൻ കേസ് അവസാനിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ പരിഗണിക്കപ്പെടുന്നതാണ്. ഇവിടെ വ്യാജ പ്രചരണം നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ അത്തരം കാര്യങ്ങളൊക്കെ തൊഴിലാളികൾ തിരിച്ചറിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. ഇന്നലെ റഫറൻഡവുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി അഡീഷണൽ ലേബർ കമ്മീഷണർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇവിടെ വൈദ്യുതി തൊഴിൽ ഭവനിൽ മീറ്റിംഗ് വിളിച്ചിരുന്നു. അവിടെ നമ്മളുടെ രണ്ട് സംഘടനകളുടെയും ഭാരവാഹികൾ പങ്കെടുത്തിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് CPO ആണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് കൊണ്ട് ഇനി വൈദ്യുതി ബോർഡിൽ എന്തെങ്കിലും പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന സംശയം ലേബർ കമ്മീഷനോട് ചോദിച്ചത്. അപ്പൊ ലേബർ കമ്മീഷൻ പറഞ്ഞു ഇനിയും നടക്കില്ല, റഫറണ്ടത്തിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, പെരുമാറ്റച്ചട്ടം വന്നു എന്ന് പറഞ്ഞു. മറ്റു ബഹുമാന്യരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസിന്റെയും സംയുക്ത സമര സമിതി നേതാക്കന്മാരുടെയും കൂട്ടായ്മ നടത്തുന്ന ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ തൊഴിലാളികൾക്കും അഭിവാദ്യം. നമുക്കറിയാം, ശക്തമായ ഒരു പ്രതിഷേധ സമരത്തിനും ഒരു തുടർ സമരത്തിന് വേദിയൊരുക്കിക്കൊണ്ടാണ് വൈദ്യുതി ഭവന്റെ ആസ്ഥാനമായ വൈദ്യുതി ഭവന് മുന്നിൽ ഇന്നേ ദിവസം ശക്തമായ ഒരു സമരത്തിന് നമ്മൾ തിരശ്ശീല ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ നമുക്കപ്പുറത്ത് സമരം നടക്കുന്നത് പോലെ ഗവൺമെന്റും വൈദ്യുതി ബോർഡ് മാനേജ്മെന്റും ഓഫീസറും തമ്മിലുള്ള ചക്രത്തിൽ പോരാട്ടത്തിന്റെ സമര ആവേശമല്ല ഈ സമരത്തിന് തന്നെ ഞാൻ പ്രാഥമികമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ആരെയും അട്ടിമറിക്കാനുള്ള സമരമല്ല. വൈദ്യുതി ബോർഡിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. വൈദ്യുതി ബോർഡിലെ തൊഴിലാളികൾക്ക് അർഹമായ വേതന വ്യവസ്ഥയുണ്ടാകണം. PSC വെച്ചുള്ള കരാർ തൊഴിലാളികൾക്ക് നിയമനം കൊടുക്കണം. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെയും റെഗുലേറ്ററി കമ്മീഷന്റെയും നിർദ്ദേശപ്രകാരം വൈദ്യുതി ബോർഡ് മാനേജ്മെന്റ് വൈദ്യുതി ബോർഡിലെ തൊഴിലാളികളുടെ അവകാശ നിഷേധം നടത്തിക്കൊണ്ടുള്ള പോക്കിനെ വിരാമമിടണം. പോസ്റ്റുകൾ മുറിഞ്ഞു വീണപ്പോൾ, മരം വീണ് പോസ്റ്റുകൾ പൊട്ടിയപ്പോൾ, ലൈനുകൾ മുറിഞ്ഞു വീണപ്പോൾ ഈ സംസ്ഥാന വൈദ്യുതി ബോർഡ് നിലനിർത്താൻ, ഈ രാജ്യത്തെ ഉപഭോക്താക്കളെ നിലനിർത്താൻ വേണ്ടി ഓടി നടന്ന് പണി ചെയ്ത വർക്കർമാർക്ക് നാളുകളിൽ സമൂഹത്തിൽ ഒരു ഉയർന്ന പദവി ലഭിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിറ്റൂരത്തിനെതിരെയുള്ള കടുത്ത പോരാട്ടമാണ് ഈ സമരത്തിന് ആദ്യമായി നാടുകുറിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, കഴിഞ്ഞ ദിവസവും കൊല്ലം ജില്ലയിൽ ശക്തമായ മഴ പെയ്തു, തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴ പെയ്തു, എറണാകുളത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തു. ഈ മഴ പെയ്തപ്പോൾ നമുക്കറിയാം, എല്ലാ കാലത്തും ഉണ്ടാകുന്ന പോലെ വേനൽ മഴ വൈദ്യുതി ബോർഡിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ആ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ വൈദ്യുതി ബോർഡിലെ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി രാത്രിയും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് അവരെ നാളുകളിൽ ഒരു സൂപ്പർവൈസറി കാറ്റഗറിയായ ലൈൻമാൻ തസ്തികയിലേക്ക് മാറ്റാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായാൽ അതിനെ ശക്തമായി നേരിടാനുള്ള സമര പോരാട്ടത്തിനാണ് വൈദ്യുതി ബോർഡിലെ സമര സംഘടനയായ കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ് ഇന്നിവിടെ സമര മുദ്രാവാക്യം ഉയർത്തും. വളരെ സുപ്രധാനമായ ചില വിഷയങ്ങൾ തൊഴിലാളി സമക്ഷം അവതരിപ്പിക്കുവാനാണ് സംഘടന ഒരു അനിശ്ചിതകാല പ്രക്ഷോഭം പ്രഖ്യാപിച്ചു. ഞങ്ങളെ സംബന്ധിച്ച്
അത്തരത്തിലൊരു പ്രക്ഷോഭം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പെട്ടെന്നാണ് വൈദ്യുതി ബോർഡിലെ റഫറൻഡം കടന്നു വന്നത്. ഞാൻ ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ആ വിഷയത്തെക്കുറിച്ച്. ഇതിലെ റഫറൻഡം നടക്കാൻ പോകുന്നത് 28-ാം തീയതി, അതായത് ഈ മാസം 28-ാം തീയതി. ഈ റഫറൻഡത്തിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണെന്ന് വൈദ്യുതി ബോർഡിലെ 27,000-ഓളം വരുന്ന തൊഴിലാളികളെ അറിയിക്കാൻ സംഘടനകൾക്ക് നൽകിയിരിക്കുന്നത് വെറും 4 ദിവസമാണ്. അതായത് 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ശേഷം ഈ റഫറൻഡത്തിൽ മത്സരിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് എന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഭരണാധികാരിയിൽ നിന്നുണ്ടാവും. 28-ാം തീയതി രാവിലെ 8 മണിക്ക് ഇലക്ഷൻ നടക്കും. എത്ര വിചിത്രമാണ്! ഇതാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അവകാശം. ഇതാരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാവും. കാരണം 2018 ഡിസംബർ മാസം അവസാനിച്ച ഒരു കഴിഞ്ഞ റഫറൻഡത്തിന്റെ കാലാവധി 2018 മുതൽ 4 വർഷക്കാലം 2022 എത്തുന്നത് വരെ നടത്തണ്ട. ഹിതപരിശോധനയുടെ കാലാവധി കഴിഞ്ഞ് 3-3.5 വർഷം പിന്നിട്ടിട്ടും റഫറൻഡത്തിനെ കുറിച്ച് ചിന്തിക്കാത്തവർ ഇവിടെ കഴിഞ്ഞ പേര് മിഷൻ എന്ന പേക്കൂത്ത് അരങ്ങ് നല്ല രീതിയിൽ അണിയറയിൽ അരങ്ങാടിയപ്പോൾ ഈ സംഘടന ഒരു തീരുമാനമെടുത്തു. ഇത്തരത്തിലാണ് ഈ വ്യവസായം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് 6 മാസത്തിനുള്ളിൽ അടച്ചുപൂട്ടും, നിലനിൽപ്പുണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം, പച്ചയായ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ സംഘടന 2021 ഏപ്രിൽ മാസം റഫറൻഡം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. എന്താണ് 2021 വൈദ്യുതി ബോർഡിലെ സേവന വ്യവസ്ഥകളെ പാടെ തകർത്ത, സേവന വ്യവസ്ഥകളെ കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാത്ത, 2016 സെറ്റിൽമെന്റിൽ ഞങ്ങൾ കൊണ്ടുവന്ന തൊഴിലാളികൾക്ക് സ്ഥാപനത്തിനും അനുകൂലമായ മുഴുവൻ വ്യവസ്ഥകളെയും ഒന്നടങ്കം അരുങ്കൊല ചെയ്ത ഒരു കരാറാണ് 2021 പെർമിഷൻ കരാർ. ആ കരാറാണ്, അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വ്യക്തമായ ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്കൊക്കെ അമിത ശമ്പളമാണെന്നൊക്കെ പറഞ്ഞു. വ്യാപാരി വ്യവസായിയുടെ ഒരു ഹർജിയാണെന്ന് തോന്നുന്നു. ബോർഡ് പ്രമോഷൻ ഇറക്കുന്നില്ല. ഇവിടുത്തെ സമരം ആർക്കെതിരെയാണ്? ഏറ്റവും രസകരമാണ്, ഇവിടുത്തെ സമരം ആർക്കെതിരെയാണ്? ഇവിടുത്തെ സമരം വൈദ്യുതി ബോർഡ് മാനേജ്മെന്റിനെതിരാണ്. നടത്തുന്നതാരാ? വൈദ്യുതി ബോർഡ് ഭരിക്കുന്നവർ. വൈദ്യുതി ബോർഡ് ഭരിക്കുന്നവർ തന്നെ ബോർഡ് മാനേജ്മെന്റിനെതിരെ സമരം പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നത് അകത്തും പുറത്തും ബോർഡ് മാനേജ്മെന്റിനെതിരെ ശക്തമായ സമരമാണ്.
ട്രാൻസ്ഫറിനെതിരെ സമരം, നിയമനത്തിനെതിരെ സമരം, പ്രമോഷനെതിരെ സമരം, വൈദ്യുതി ബോർഡിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ സമരം, അഴിമതിക്കെതിരെ സമരം നടത്തുന്നതാരാ? ഇടതുപക്ഷ സംഘടനകൾ. കൈവച്ച് മുഖത്തോട് മുഖം നോക്കി അവർ നിലവിളിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവരുടെ സംശയം ഇതാണ്. അവരുടെ സംശയം എന്ന് പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് പോലും കാര്യങ്ങൾ അറിയണമെന്നില്ല. അതുകൊണ്ട് എന്താ പറ്റുന്നത്? താഴെത്തട്ടിലേക്കുള്ള ആളുകൾ വിഷയങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അതേസമയം ഇടതുപക്ഷ സംഘടനകൾ സ്റ്റഡി ക്ലാസ് നടത്തി കൃത്യമായിട്ട് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവര് തത്വമേ പൂച്ച എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് സെക്ഷൻ ഓഫീസിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളെ, പ്രത്യേകിച്ച് മസ്തൂർമാരെ അടിമകളാക്കി ചങ്ങലക്കിട്ട് നിർത്തിയിരിക്കുക. നമ്മുടെ ആളുകൾക്ക് സത്യം പറയാനുള്ള അപ്പോൾ കോടതിയിൽ പോയ ഈ ട്രേഡ് യൂണിയനുകൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് വാദിച്ചത്? ഒരുപാട് മുന്തിയ വക്കീൽ പറഞ്ഞു, കോടതി വിധി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാചകം, The extension of the continuity to employees appointed after 31/10/2013 is not reasonable and only the transferred employees are entitled to protection of their service conditions. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. The extension of the continuity to employees appointed after 31/10/2013 is not reasonable and only the transferred employees are entitled for protection. Transferred employees മാത്രമേ പ്രൊട്ടക്ഷന് അർഹതയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ കിട്ടും. എടോ, ഇത് വിശ്വസിക്കാനുള്ള മസ്തൂർമാർ നിങ്ങളോടൊപ്പം കാണും. INTUC-യോടൊപ്പം നിൽക്കുന്ന മസ്തൂർമാർ ഇടയ്ക്കൊക്കെ സ്വല്പം തലയ്ക്ക് വെളിവുള്ളവരാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ട്രാൻസ്ഫർ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സ്കീമില് ഉൾപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മുടെ പഴയ സംഭവം അറിയാമല്ലോ, ട്രൈപാർട്ടി അഗ്രിമെന്റ് ട്രാൻസ്ഫർ സ്കീമും ബെസ്റ്റും റീബെസ്റ്റും നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആ കരാർ ഒപ്പിട്ട സമയം, അതായത് 2013 നവംബർ 1 മുമ്പ്, അതായത് 31/10/2013 ശേഷമുള്ളവരല്ല, അതിനു മുമ്പുള്ളവർ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഈ വിധി വാങ്ങിച്ചു കൊടുത്തവർ ആരാണ്? സുപ്രീം കോടതി വിധി ഇങ്ങനെ വാങ്ങിച്ചിട്ട് പറയുകയാണ്, ബോർഡ് പ്രൊമോഷൻ കൊടുത്തില്ല, ഞങ്ങൾ ധർണ നടത്താൻ തീരുമാനിച്ചു, അനിശ്ചിതകാലമായി ഞങ്ങൾ എന്ത് ചെയ്യാണ്? പ്രതിഷേധിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ധർണ നടത്തുന്നു, സമരം നടത്തുന്നു, അനിശ്ചിതകാലം നടത്തുന്നു, നിങ്ങൾക്ക് ഒരല്പമെങ്കിലും ഈ തൊഴിലാളികളോട് ആർജവമുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം മാർഗം. നിങ്ങളത് അനുസരിക്കാൻ തയ്യാറുണ്ടോ? വൈദ്യുതി ബോർഡിലെ മസ്തൂർമാർക്ക് 31/10/2013 ശേഷം സർവീസിൽ കയറിയവർക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ അവൻ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് ഒരു തർക്കമറ്റ കാര്യമാണ്.